റഹീസ്, ഇടതുമുന്നണിക്ക് മുമ്പിലേക്കുള്ള ചോദ്യം വളരെ ഡയറക്റ്റായ ചോദ്യമാണ്. SDP-യുടെ പിന്തുണ വേണോ വേണ്ടയോ? SDP-ഐ വർഗീയ കക്ഷിയാണോ അല്ലയോ? ഈ രണ്ട് ചോദ്യങ്ങൾ തുടർച്ചയായി പ്രതിപക്ഷത്ത് നിന്ന് അതിശക്തമായി മുഖ്യമന്ത്രി അടക്കം അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷേ ഇന്നും അതിന് ഉത്തരമില്ല. എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും, പക്ഷേ അത് പരസ്യമായി പറയില്ല. റഹീസ്, റീജിത്ത്, SDP എന്ന വർഗീയ സംഘടനയുടെ വോട്ട് വേണ്ട എന്ന നിലപാട് പരസ്യമായി പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും എടുക്കുന്നതിനിടയിലാണ് പുരോഗമന നിലപാട് എല്ലാ കാലത്തും കൈക്കൊണ്ടിട്ടുള്ള CPM-ഉം CPI-യും പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ SDP-യുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന ചോദ്യം വരുമ്പോൾ അത് വേണ്ടതില്ല എന്ന നിലപാട് അവർ പറയാത്തത് എന്നതാണ് പ്രതിപക്ഷം ഇവിടെ വലിയ പ്രചാരണ ആയുധമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും റിസൾട്ടിന് ശേഷം SDP-യോടുള്ള CPM-ൻ്റെയും CPI-യുടെയും നിലപാട് ചർച്ചയായി കേരള പൊതുസമൂഹത്തിൽ നിൽക്കും എന്ന സൂചന തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ നൽകുന്നത്. കാരണം ഇതിനു മുമ്പുള്ള സമയങ്ങളിൽ SDP-യുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഏത് തരത്തിലാണോ ആക്രമിക്കുന്നത്, എതിർക്കുന്നത്, അതേ തുല്യമായ നിലയിൽ തന്നെ SDP-യെ ആക്രമിക്കുന്ന ഒരു നിലപാടായിരുന്നു CPM-ൻ്റെയും CPI-യുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിലൊരു കൃത്യമായ മാറ്റങ്ങൾ വന്നു എന്നതിൻ്റെ സൂചനയാണ് ബിനോയ് വിശ്വവും പിണറായി വിജയനും MA ബേബിയും A വിജയരാഘവനും അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. SDP വോട്ട് വേണോ എന്ന ചോദ്യത്തിന് BJP-യെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് ആര് വോട്ട് തന്നാലും അത് സ്വീകരിക്കും എന്ന നിലപാടിലേക്ക് ബിനോയ് വിശ്വവും MA ബേബിയൊക്കെ മാറുന്നത് കണ്ടു. MA ബേബി ആണെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേ തട്ടിൽ വെച്ച് അളക്കേണ്ടതല്ല, ഭൂരിപക്ഷ വർഗീയതയേക്കാൾ കുറഞ്ഞതാണ് ന്യൂനപക്ഷ വർഗീയത എന്ന അർത്ഥം വരുന്ന നിലപാടൊക്കെ പറയുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. എന്തായാലും രാഷ്ട്രീയമായി ഇതിൻ്റെ ഗുണം LDF-ന് കിട്ടുമോ എന്നതാണ് അറിയേണ്ടത്. ഗുണം കിട്ടിയാലും ഇല്ലേലും ഈ ചർച്ച തിരഞ്ഞെടുപ്പിന് ശേഷവും തുടരാനാണ് സാധ്യത. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളായി വരുന്നതും. ശരി, റഹീസ് റഷീദും മുബഷീർ പി അക്ബറും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വരും ദിവസങ്ങളിലും SDP-യുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ചൂടേറും എന്ന കാര്യം ഉറപ്പാണ്.